ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം 1835. 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞതാരാണ്? മെക്കാളെ പ്രഭു. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ വ്യക്തി. സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ഇദ്ദേഹം. ബംഗാളിൽ 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചു. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ് ബാർനാപോറിക്കോയ് ബാല്യവിവാഹ്. ബാർനാപോറിക്കോയ് ബാല്യവിവാഹ് എന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രശസ്തമായ കൃതികളാണ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ എന്ന ലക്ഷ്യത്തോടെ ശാരദാസദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി ആണ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ശാരദാസദൻ സ്ഥാപിച്ചത്. ബോംബെയിലാണ് ശാരദാസദൻ സ്ഥാപിച്ചത്. ആര്യ മഹിളാ സമാജത്തിൻ്റെ സ്ഥാപക കൂടിയാണ് പണ്ഡിത രമാബായി. 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത 10 സ്ത്രീകളിൽ ഒരാളായിരുന്നു പണ്ഡിത രമാബായി. പണ്ഡിത രമാബായിയാണ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ബോംബെയിൽ ശാരദാസദൻ സ്ഥാപിച്ചത്. പണ്ഡിത രമാബായിയുടെ പ്രശസ്തമായ രചനയാണ് ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ. ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ ആരുടെ രചനയാണ്? പണ്ഡിത രമാബായിയുടെ രചനയാണ്. പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും ആരൊക്കെയാണെന്ന് നോക്കാം. ആര്യസമാജം ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്, തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്, ഹിതകരണി സമാജം വീരേശലിംഗം, സത്യശോധക സമാജം ജ്യോതിബ ഫൂലെ, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, SNDP ശ്രീനാരായണ ഗുരു. SNDP ശ്രീനാരായണ ഗുരു, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, സത്യശോധക സമാജം ജ്യോതിബ ഫൂലെ, ഹിതകരണി സമാജം വീരേശലിംഗം, തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, ആര്യസമാജം ദയാനന്ദ സരസ്വതി. ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന സുലഭ് സമാചാർ എന്ന വർത്തമാന പത്രം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ബംഗാളിൽ നിന്നുമാണ് സുലഭ് സമാചാർ എന്ന വർത്തമാന പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. സമ്പാദ് കൗമുദി ഇദ്ദേഹത്തിൻ്റെ ബംഗാളി പത്രമാണ്. മിറാത്തുൽ അക്ബർ പേർഷ്യൻ. ബംഗാളി ഭാഷയുള്ള പത്രമാണ് സമ്പാദ് കൗമുദി, പേർഷ്യൻ ഭാഷയുള്ളത് മിറാത്തുൽ അക്ബർ. ഈ 2 പത്രങ്ങൾ ആരുടേതാണ്? രാജാറാം മോഹൻ റോയ്. സമ്പാദ് കൗമുദി, മിറാത്തുൽ അക്ബർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മടക്കിക്കൊടുത്ത പദവി ഏത്? കൈസർ ഇ ഹിന്ദ്. കൈസർ ഇ ഹിന്ദ് പദവിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മടക്കിക്കൊടുത്ത പദവി. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ്. 1919 ഏപ്രിൽ 13 ഈ ദാരുണ സംഭവം നടന്നത്. സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. കൈസർ ഈ പദവി ഉപേക്ഷിച്ചതാരാണ്? ഗാന്ധിജിയും. സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോറുമാണ്. ഇന്ത്യയിൽ ഉടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് എന്ന്? 1919 ഒക്ടോബർ 17. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത്. മലബാർ കലാപം നടന്ന വർഷം 1921. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920. ചൗരിചൗര സംഭവം 1922. വൈക്കം സത്യാഗ്രഹം 1924. 1920
മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം, 1921 മലബാർ കലാപം, 1922 ചൗരി ചൗര, 1924 വൈക്കം സത്യാഗ്രഹം. പൊതു ഇടങ്ങളിലെ അയിത്താചാരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കാനുള്ള അവകാശം നേടിയെടുക്കുന്നതിനായി നടന്ന സമരമാണ് 1924 വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് ആവേശം പകരാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വിവരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് ഓർമ്മക്കുറിപ്പ്. ഓർമ്മക്കുറിപ്പ് എന്നത് ആരുടെ കൃതിയാണ്? ബഷീറിൻ്റെ കൃതിയാണ്. എന്താണ് ഇതിൽ പറയുന്നത്? വൈക്കം സത്യാഗ്രഹത്തിന് ആവേശം പകരാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വിവരിക്കുന്ന കൃതിയാണ് ഇത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാരാണ്? മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥ മന്നത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതെന്നാണ്? 1924 നവംബർ 1-നാണ്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിൻ്റെ സംഭാവന നൽകും. ആരുടെ വാക്കുകളാണ് ഇത്? ഗാന്ധിജിയുടെ വാക്കുകളാണ് ഇത്. ദണ്ഡിയാത്രയോടനുബന്ധിച്ച് സമര പ്രഖ്യാപനത്തിലാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. 1930-ലാണ് ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത്. നിയമലംഘന സമരത്തിൻ്റെ പ്രതീകം എന്തായിരുന്നു? ഉപ്പായിരുന്നു. ഉപ്പ് ഉണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നൽകേണ്ടിയിരുന്ന നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയതിനാൽ പ്രതിഷേധിച്ചാണ് ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചത്. ഉപ്പിനെ സമര ആയുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിക്കുമെന്ന തിരിച്ചറിവിൽ ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ച സ്ഥലമാണ് സബർമതി ആശ്രമം. ഉപ്പു സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജി അനുഗമിച്ചവരുടെ എണ്ണം എത്രയാണ്? 78ആണ്. 1930 ഏപ്രിൽ 6-നാണ് ഇതിന് തുടക്കം കുറിച്ചത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി. കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖർ. ദണ്ഡിയാത്രയിലെ മലയാളികൾ ആരൊക്കെയാണ്? ശ്രീകൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ആരൊക്കെയാണ്? ശ്രീകൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ഇവരൊക്കെയാണ് ദണ്ഡിയാത്രയിലെ മലയാളികൾ. ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്ര ബോസാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസാണ്. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർത്തെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. അവരുടെ വാക്കുകളാണ്? നെഹ്റുവിൻ്റെ വാക്കുകളാണ് ഇത്. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർത്തെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും എന്നത് നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെ 1916 മഹാരാഷ്ട്രയിലാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്നഭിപ്രായപ്പെട്ടത് വീരേശലിംഗമാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. ഹിതകരണി സമാജത്തിൻ്റെ സ്ഥാപകനാണ് വീരേശലിംഗം. നീൽദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. നീൽദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷൻ്റെ